ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇ ടി. സ്മാർട്ട് ഷോ ഇ ടിയിലെ അടുത്ത സെക്ഷൻ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൂടുതലായിട്ട് കുറച്ച് ദിവസത്തേക്ക് ലിസണിങ്ങിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് ക്ലാസ്സിലും നമ്മൾ ലിസണിങ്ങിൻ്റെ മോസ്റ്റ് കോമൺലി ആസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കുന്ന 10 വേർഡ്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നത്. ഇന്ന് അടുത്ത ഒരു 10 വേർഡ്സിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു ഡിസീസ് കണ്ടീഷൻ, കോമൺലി ചോദിക്കുന്ന 10 ഡിസീസ് കണ്ടീഷൻ്റെ പേരുകളാണ്. അല്ലെങ്കിൽ ഡിസീസിനെ സംബന്ധിച്ചോണൊക്കെയുള്ള ചോദിക്കുന്ന, അതിന് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കണ്ടീഷൻസിൻ്റെ പേരുകളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ന്യൂ 10 വേർഡ്സ് നമുക്ക് പഠിക്കാം. മോസ്റ്റ് കോമൺലി ചോദിക്കുന്ന ഡിസീസ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സാണ്. നമുക്കറിയാം, നമ്മുടെ ലിസണിങ്ങിൽ നമ്മൾക്ക് 24 വേർഡ്സാണ്, 24 ക്വസ്റ്റ്യൻസ് ആണ് എ പാർട്ടിലുള്ളത്. അത് 24ഉം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 24 ക്വസ്റ്റ്യൻസിൽ ഉറപ്പായും നമ്മൾക്ക് എ പാർട്ടിലെ ഒരു 1 to 12 അതിൽ തന്നെ 3-4 വേർഡ്സ് ഡിസീസ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ളത് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, പേഷ്യൻ്റ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ടുള്ളതാണെങ്കിൽ ആ സിംറ്റംസ് അവതരിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടോ, പാസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉള്ള അസുഖം അവർ പറയാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ സർജറി എന്തെങ്കിലും പാസ്റ്റ് കണ്ടീഷൻ സർജറി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അടുത്തത് നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, പേഷ്യൻറ്റിൻ്റെ ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പോഴും അത് ഡിസീസ് കണ്ടീഷൻസ് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും വീക്കായിട്ടുള്ള അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, കുറഞ്ഞതൊരു 4 ഡിസീസ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉറപ്പായും നമ്മൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് കണ്ടീഷൻസ് കോമൺലി എപ്പോഴും ചോദിക്കുന്ന കുറച്ച് കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു 4 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇന്നത്തെ 10 വേർഡ്സിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് 10 വേർഡ്സിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് വേർഡ് OCD ആണ്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നുള്ളതാണ്. പക്ഷേ മിക്കവാറും അതിൻ്റെ ഫുൾ നെയിം അവർ പറയാറില്ല. OCD പേഷ്യൻറ്റിന് ഉണ്ടാകാം. OCD എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ ഒരു കണ്ടീഷനാണ്. OCD എന്നുള്ളതാണ് അവർ പറയുകയുണ്ടാവുക. അപ്പോൾ OCD എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് വേർഡ്. സ്പെല്ലിംഗ് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്, എഴുതിയെടുക്കുക. എന്നും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കുന്ന വേർഡ്സിൻ്റെ ഒരു ബുക്ക് ഉണ്ടാവുമല്ലോ, ആ ബുക്കിൽ തന്നെ എഴുതിയെടുക്കുക. അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോയും എഴുതണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ മറ്റ് വീഡിയോസും നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാകാം. അപ്പോൾ അതിനൊരു പേര് കൊടുക്കുക, ഡേറ്റ് എഴുതുക. അപ്പോൾ ഏത് ദിവസത്തെയാണല്ലോ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ OCD ആണ് ഫസ്റ്റ് വേർഡ്. സെക്കൻഡ് വേർഡ് ആൻസൈറ്റി ആണ്. ആൻസൈറ്റിയെയും ഒരു കണ്ടീഷനായിട്ട് തന്നെയാണ് കൂട്ടുന്നത്. അത് നമ്മുടെ സൈക്കാട്രിക് ഇഷ്യൂവിൽ വരുമ്പോൾ പറയുന്ന ഒരു കണ്ടീഷനാണ് ആൻസൈറ്റി. സോ ആൻസൈറ്റി ഈസ് മൈ നെക്സ്റ്റ് വേർഡ്. സെക്കൻഡ് വേർഡ് ഈസ് ആൻസൈറ്റി. സോ ഐ വിൽ ടെൽ ദ സ്പെല്ലിംഗ് ഓഫ് ആൻസൈറ്റി. ANXIETY, anxiety. Hope you wrote the word. സോ നമുക്ക് തേർഡ് വേർഡിലേക്ക് പോകാം. തേർഡ് ഡിസീസ് കണ്ടീഷൻ പറയുന്നത് സൈനസൈറ്റീസ് ആണ്. വെരി കോമൺ, മോസ്റ്റ്ലി ആസ്ഡ്. അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിലോട്ടേക്കാണല്ലോ വി ക്യാൻ എക്സ്പെക്ട് ദിസ് വേർഡ്. സോ സൈനസൈറ്റീസ് ഈസ് ദ third word. So spelling SINUSITIS.
sinusitis. I repeat, sinusitis, sinusitis. സോ തേർഡ് വേർഡ് സൈനസൈറ്റീസ് ആണ്. നമുക്ക് ഫോർത്ത് വേർഡിലേക്ക് പോകാം. മെലനോമ ഒരു ക്യാൻസർ കണ്ടീഷനാണ്. സോ മെലനോമ ഈസ് ദ ഫോർത്ത് വേർഡാണ്. അല്ലെ, നമ്മൾക്ക് ഇത് ഭയങ്കരമായിട്ട് ചോദിക്കാറുള്ള ഒരു വേർഡാണ്. മോസ്റ്റ് കോമൺലി ചോദിക്കാറുള്ളതാണ്. റിപ്പീറ്റഡായിട്ട് എക്സാമൊക്കെ എഴുതുന്ന കുട്ടികൾക്കറിയാം. അവർ തന്നെ പല പ്രാവശ്യം പോകുമ്പോഴും എപ്പോഴും ചോദിക്കുന്ന ഒരു വേർഡാണ് മെലനോമ. സോ മെലനോമ ഈസ് ദ ഫോർത്ത് വേർഡ്. ഞാൻ സ്പെല്ലിങ് പറയാം. MELANOMA, മെലനോമ. MELANOMA, മെലനോമ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം. പ്രോസ്റ്റേറ്റ് ക്യാൻസർ. നമ്മൾക്കുണ്ടല്ലോ ലിസണിങ്ങിൽ നമ്മൾ ആദ്യമേ അവർ നമ്മുടെ ലിസണിങ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഒരു ഓഡിയോ അവരൊന്ന് പ്ലേ ചെയ്യും. എന്തിനാണ്? നമ്മുടെ ഹെഡ്സെറ്റൊക്കെ കറക്റ്റാണോ എന്നറിയാനായിട്ട്. സോ എനിക്ക് തോന്നുന്നു OET സ്റ്റാർട്ടായ 2016 ലാസ്റ്റാണ്. ആ OET സ്റ്റാർട്ടായ അന്ന് തൊട്ട് ഇന്ന് വരെയും നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ തരുന്ന ഓഡിയോയിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചാണ് ആ ടോപ്പിക്ക് നമ്മൾ കേൾക്കുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചായിരിക്കും. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സ്പെല്ല് ചെയ്യാം. PROSTATE, പ്രോസ്റ്റേറ്റ്, CANCER, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഓക്കെ, നെക്സ്റ്റ് വേർഡിലേക്ക് പോകാം. ഓട്ടിസം. ഓട്ടിസത്തിൻ്റെയൊക്കെ സ്പെല്ലിങ്ങിനകത്ത് മിസ്റ്റേക്ക് വരും. സോ നമ്മൾക്കതൊന്ന് സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചിട്ട് പോയാൽ നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരത്തില്ല. ഓട്ടിസം ചില കുട്ടികളൊക്കെ OTI അങ്ങനെ എഴുതി വയ്ക്കും. അപ്പോൾ സ്പെല്ലിംഗ് പഠിക്കുക. AUTISM. ഈ ഓട്ടിസം സ്പെല്ലിങ്ങിനകത്ത് മൊത്തം നമ്മൾക്ക് ഡിഫറെൻ്റ് ആണ്. അറിയാവുന്നവർക്ക് അറിയാൻ കേട്ടോ. അറിയില്ലാത്ത കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പറയുന്നു ഓട്ടിസം. നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് പോകാം. എക്സീമ. ഇതും അതുപോലെ തന്നെയാണ്. അറിയാവുന്ന കുട്ടികൾക്ക് അറിയാം, പക്ഷെ അറിയില്ലാത്ത ഒത്തിരി കുട്ടികളുണ്ട്. സോ ഫോർ ദം ദിസ് വേർഡ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സ്പെല്ലിംഗ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതെപ്പോഴും ഓർമ്മയിലുണ്ടാവും. എക്സീമ ഞാൻ സ്പെല്ലിംഗ് പറയാം. ECZEMA, എക്സീമ. എക്സീമ. നെക്സ്റ്റ് വേർഡ് പറയട്ടെ. കോൾഡ് സോർ. കോൾഡ് സോർ എപ്പോഴും റണ്ണി നോസ്, കോൾഡ് സോർ ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന വേർഡുകളാണ് കേട്ടോ. COLDSOR, കോൾഡ് സോർ. സോ മൈ നെക്സ്റ്റ് വേർഡ് ഈസ് കോൾഡ് സോർ. എഴുതിയോ? നെക്സ്റ്റ് വേർഡ് എപ്പോഴും ഉള്ളതാണ്. ഇതിൻ്റെ സ്പെല്ലിംഗ് പഠിച്ചു വെക്കണം. മൈഗ്രെയിൻ. MIGRAINE, മൈഗ്രെയിൻ. മൈഗ്രെയിൻ. നെക്സ്റ്റ് വേർഡ് എപ്പോഴും പറയും, പക്ഷെ നമുക്കവർ എന്താ പറയണേന്ന് പോലും മനസ്സിലാവത്തില്ല. IBS. ആ ബി ഒന്നും ഉണ്ടാവുകയില്ല അവർ പറയുമ്പോൾ. അതുപോലെ അവരങ്ങോട്ട് സ്വോളോ ചെയ്തിട്ടായിരിക്കും പറയുക. പക്ഷെ നമുക്കറിയാവുന്ന വേർഡാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ അവർ പറഞ്ഞാലും നമ്മൾക്കത് മനസ്സിലാവും. IBS. സോ IBS ആണ് നെക്സ്റ്റ് വേർഡ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നുള്ളതാണ്. ചിലപ്പോൾ അവരത് ഫുള്ളായിട്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ IBS എന്നേ പറയാറുള്ളൂ. സോ മൈ നെക്സ്റ്റ് വേർഡ് ഈസ് IBS ആണ്. 10 വേർഡ്സ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ 10 വേർഡ്സ് കഴിഞ്ഞു. അതിൻ്റെ സ്പെല്ലിംഗ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്പെല്ലിംഗ് എഴുതിയെടുക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവരുത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അക്സെപ്റ്റബിൾ ആണ്, ബട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ സെയിം പ്രൊനൗൺസിയേഷൻ കിട്ടണം.
എന്നാൽ നമ്മുടെ സ്പെല്ലിങ്ങിന് അവർ എററായിട്ട് കണക്കാക്കില്ല, നമ്മുടെ മാർക്ക് കുറയ്ക്കില്ല. അതാണ് സ്പെല്ലിങ്ങിനെ കുറിച്ച് പറയണത്. ഓക്കെ, അപ്പം സ്പെല്ലിങ് നമ്മൾ നോക്കുക, സ്പെല്ലിങ് പഠിക്കുക. അപ്പോൾ സ്പെല്ലിങ് എറർ പിന്നെ ഉണ്ടാവില്ല. മാക്സിമം നമുക്ക് സ്പെല്ലിങ് എറേഴ്സ് നമുക്ക് തന്നെ അവോയ്ഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ വേർഡൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പം അതിൻ്റെയൊക്കെ സ്പെല്ലിങ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നമ്മുടെ പേപ്പറിനോട് അവർക്കൊരു ഒരു വാല്യൂ തോന്നും. അതാണ് ഞാൻ എന്തിനെയാണേലും പറയുന്നത്. സ്പീക്കിംഗ് ആണേലും അതുപോലെ തന്നെയാണ്. നിങ്ങൾ സ്പീക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് 350 360 ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ലിസണിങ് റീഡിങ്ങിന് കിട്ടാതെ പോയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും കാണുന്നതാണ്, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം 360 കിട്ടിയിരുന്നു, 350 കിട്ടിയിരുന്നു, പിന്നെ എനിക്ക് റൈറ്റിങ്ങിന് അത്രയുമുണ്ട്, അപ്പോൾ ഈ പ്രാവശ്യം എനിക്കത് കിട്ടും. നമ്മൾക്ക് ആ 350 360 കിട്ടുന്നത് അത് വലിയ കാര്യമല്ല. ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർലൊക്കേറ്റേഴ്സ് എല്ലാവരും തന്നെ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് നിങ്ങളൊരു ഒത്തിരി നന്നായിട്ട് സ്പീക്ക് ചെയ്യുന്നവരാണെന്ന് അതിനകത്ത് അർത്ഥമില്ല. ഒത്തിരി നന്നായിട്ട് സ്പീക്ക് ചെയ്യുന്നതാണെങ്കിൽ 390 എബോവ് നമ്മൾക്ക് കിട്ടും. സോ നമ്മുടെ ബെറ്റർ സ്പീക്കിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിയേഷൻസ് ഉപയോഗിക്കുക. ഒരുപാട് അതിനകത്ത് ടിപ്സ് ഉണ്ട്, അത് ചെയ്യുക. അതുപോലെ തന്നെയാണ് ലിസണിങ്ങും. നമ്മളൊരു നല്ലൊരു അവർക്കൊരു മതിപ്പുണ്ടായാൽ നമ്മളോട്, നമ്മുടെ പേപ്പർ നോക്കുകയാണ്, അധികം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നുമില്ല, അപ്പോൾ ആ പേപ്പർ നോക്കുന്നവർക്ക് ഒരു ഹാപ്പിനെസ് വരും. നമുക്ക് 1 to 24 നോക്കുന്നത് അത് നമ്മുടെ എക്സാമിനർ തന്നെയാണ് പേപ്പർ നോക്കുന്നത്. സോ അവർ നല്ലൊരു ഫീഡ്ബാക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുക. അതിന് നമ്മൾ സ്പെല്ലിംഗ് പഠിക്കുക, സ്പെല്ലിംഗ് പഠിച്ചെഴുതുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് എൻ്റെ ലിസണിങ് ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. നാളെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.